ലക്നൗ സൂപ്പർ ജയൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മത്സരം ഇന്നലെ നടന്നത്. അപ്പോൾ ഈ ഒരു മത്സരം അതായത് അടിവാരത്തുള്ള ടീമുകൾ തമ്മിലുള്ള മത്സരമായതുകൊണ്ട് തന്നെ പല ആളുകളും അധികം ശ്രദ്ധിക്കാതെ പോകുമെന്ന് വിചാരിച്ച മത്സരമാണ് ഇന്ന് നടന്നത്. പക്ഷെ ആ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് വരാനുള്ള രണ്ട് ടീമിൻ്റെയും പരിശ്രമം, ആ പരിശ്രമത്തിൻ്റെ ഫലം അവസാനം നമ്മുടെ കൊൽക്കത്ത വിജയിച്ചിരിക്കുകയാണ്. സൂപ്പർ ഓവറിലൂടെയാണ് കൊൽക്കത്ത വിജയം തട്ടിയെടുത്തത്. കാരണം മത്സരത്തിൽ ആദ്യമൊക്കെ അതായത് ലക്നൗ സൂപ്പർ ജയൻസ് ജയിക്കും എന്നുള്ള തരത്തിലാണ് മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ സാക്ഷാൽ റിങ്കു സിംഗ് അദ്ദേഹം ഇന്നലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തി. കാരണം ഒരുപാട് നാളായിട്ട് ബാറ്റിങ്ങിൽ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും നടത്താൻ കഴിയാത്ത നമ്മുടെ റിങ്കു സിംഗ് അതിമനോഹരമായ രീതിയിൽ അതൊരു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന്, അതായത് ഇന്നിങ്സിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു വെടിക്കെട്ട് കാഴ്ചവെച്ചുകൊണ്ട് അവസാനം 2 ഓവർ 40-ൽ കൂടുതൽ റൺസ് സ്കോർ ചെയ്തുകൊണ്ട് ഒരു വെടിക്കെട്ട് ഇന്നിങ്സിലൂടെ 155, അതായത് ഇപ്പോഴത്തെ T20 മത്സരങ്ങളിൽ 155 എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്കോർ ആയിരിക്കും. പക്ഷെ ആ ഒരു 155 റൺസ് എടുക്കുകയും ടീമിന് ഭേദപ്പെട്ട സ്കോർ ഉണ്ടാക്കിയെടുക്കുകയും അതിനുശേഷം അതായത് ബോളിംഗ് പിച്ചായിട്ടുള്ള ആ ഒരു പിച്ചിൽ അതിന് ശേഷം സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങി. അതായത് നമ്മൾ ഋഷഭ് പന്ത്, അതായത് ഏറെ നാളായിട്ട് വിമർശനങ്ങളുടെ കൂമ്പാരത്തിന് നടുവിൽ നിൽക്കുന്ന നമ്മുടെ ഋഷഭ് പന്ത് ഇന്നലെ അതായത് പതിയെ തുടങ്ങി. ആളിപ്പം അതായത് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റൊക്കെ നോക്കിയാൽ മനസ്സിലാവും. കാരണം അദ്ദേഹം കളിച്ചിരിക്കുന്ന IPL ഏറ്റവും മോശം സീസണിലുള്ള ഒന്നാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ അദ്ദേഹം 88 ശരാശരിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 100-ൽ കുറവ് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ട് അതായത് ഇന്നലെ അദ്ദേഹം ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇന്നലത്തെ പിച്ചിൽ അതൊരു നല്ല ഭേദപ്പെട്ട സ്കോർ തന്നെയായിരുന്നു. അതായത് 38 പന്തിൽ 42 റൺസ് എന്ന് പറയുന്നത് അവരുടെ ടോപ്പ് സ്കോറാണ്. അതായത് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ടോപ്പ് സ്കോറാണ്. അപ്പോൾ അദ്ദേഹവും അതായത് എയ്ഡൻ മാർക്കും കൂടി നല്ലൊരു ഇന്നിങ്സ് മെല്ലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അതായത് ഫൈനലിലോട്ട്, അതായത് അവസാന 15 ഓവർ ശേഷം ഒരു വെടിക്കെട്ട് കാഴ്ചവെച്ചുകൊണ്ട് ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു മോഹമായിട്ട് ഇറങ്ങിയത്. പക്ഷേ രണ്ടുപേരുടെയും വിക്കറ്റ് പോവുകയും അതിനുശേഷം അങ്ങനെ ഒരു 2-3 പ്ലേയേഴ്സൊക്കെ ഇറങ്ങി വന്ന് അതിനുശേഷം ആയുഷ് പദോനി വന്ന് ഒരു 24 റൺസ് 19 പന്തിൽ 24 റൺസിൻ്റെ ഒരു അകമ്പടിയോടുകൂടി അദ്ദേഹം മത്സരം ഏകദേശം ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയും, പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് കൂടി പോയതിനു ശേഷം വീണ്ടും കൊൽക്കത്ത അതായത് 3 വിക്കറ്റ് തുടരെ എടുത്തുകൊണ്ട് കൊൽക്കത്ത മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അവസാന ഓവർ, അതായത് നമ്മുടെ ത്യാഗിയുടെ അവസാന ഓവറിൽ കളി ഫുൾ മറിയുന്ന കാഴ്ചയും, എന്നാൽ അവസാനം ഷമി ഹീറോ ആയിക്കൊണ്ട് മത്സരം സൂപ്പർ ഓവറിലേക്ക് കടക്കുകയും ലാസ്റ്റ് ഒരു പന്തിൽ 7 റൺസ് വേണ്ടുന്ന സമയത്ത് നമ്മുടെ അതായത് മുഹമ്മദ് ഷമി വന്ന് സാക്ഷാൽ ഹീറോ ആവുന്ന കാഴ്ചയും മത്സരം സൂപ്പർ ഓവറിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം നടന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഓവറിൽ സുനിൽ നരൈൻ എന്ന് പറയുന്ന ആളാണ് സൂപ്പർ ഓവറിൽ പന്തെറിയാൻ വേണ്ടി വരുന്നത്. അദ്ദേഹം കൊൽക്കത്തയ്ക്ക് വേണ്ടി എന്നൊക്കെ സൂപ്പർ ഓവറിൽ പന്തെടുത്തിട്ടുണ്ടോ, അതായത് സൂപ്പർ ഓവർ മെയ്ഡിനാക്കിയ ലോകത്തിലെ ഒരേ ഒരു കളിക്കാരനാണ് നമ്മുടെ സുനിൽ നരൈൻ. അദ്ദേഹം ഇന്നലെയും അതേപോലെ തന്നെയുള്ള കാഴ്ചയാണ് മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. അന്ന് മെയ്ഡിനാക്കുന്ന സമയത്ത് അതായത് ബാറ്റിങ്ങിൽ ഉണ്ടായിരുന്ന 5 പന്തുകൾ 0-ൽ മിസ് ചെയ്തൊരു കളിക്കാരനുണ്ട് നമ്മുടെ നിക്കോളാസ് പൂരൻ. അപ്പോൾ അദ്ദേഹം ഇന്നലെയും ബാറ്റിംഗ് ഏരിയയിൽ അദ്ദേഹമായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യ ബോളിൽ ക്ലീൻ ബൗൾ ചെയ്തുകൊണ്ട് തന്നെ, അതായത് സൂപ്പർ ഓവറിൻ്റെ ആദ്യ പന്തിൽ ക്ലീൻ ബൗൾ ചെയ്തുകൊണ്ട് തന്നെ മത്സരം അതായത് 1 റൺസ് പോലും എടുക്കാതെ 0 റൺസിന് ഒരു വിക്കറ്റ് ചെയ്ത നിലയിലെത്തിക്കുകയും അതിനുശേഷം 1 റൺസ് മാത്രം നേടിക്കൊണ്ട് ടീം ഓൾ ഔട്ട് ആവുകയും അതിനുശേഷം ഒരേ ഒരു പന്തിൽ അതായത് റിങ്കു സിംഗ് തിരിച്ചടിച്ചൊരു 4 അടിച്ചുകൊണ്ട് മത്സരം അതായത് തട്ടിയെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ ഇന്നലത്തെ മത്സരത്തിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റിങ്കു സിംഗിൻ്റെ പെർഫോമൻസ് ആണ്. കാരണം അദ്ദേഹം ബാറ്റിങ്ങിലും അതുപോലെ 5 ക്യാച്ചാണ് അദ്ദേഹം ഇന്നലെ ഇന്നിങ്സിൽ ക്യാച്ച് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതായത് ടീം ഗ്രൗണ്ടിൽ എവിടെയൊക്കെ ആഘോഷങ്ങൾ നടത്തുന്നുണ്ടോ അവിടെയൊക്കെ സെഞ്ചുറിയേക്കാൾ കൂടുതൽ മനോഹരമായ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു റിങ്കു സിംഗിനെ നമുക്ക് ഇന്നലെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഏറെ നാളായിട്ട് അതായത് ഒരു ഫിനിഷർ എന്ന നിലയിൽ അത്രയധികം പ്രശസ്തി നേടിയിട്ടുള്ള അദ്ദേഹം ഏറെ നാളായിട്ട് തിരിച്ചുവരവിന് ആഗ്രഹിച്ചിരുന്നു. ഇന്നലെ അതങ്ങനെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ മറ്റൊരു താരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പിൻ ബൗളറായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളറായിട്ടുള്ള വരുൺ ചക്രവർത്തിയുടെ അതായത് നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹം ഫോം ആവുകയും അങ്ങനെയുള്ള കാഴ്ച ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇന്നലെയും അദ്ദേഹം നല്ല രീതിയിൽ ബോൾ എറിയുകയും അത് ഈ സുനിൽ നരൈനും നമ്മുടെ എന്താ പറയുക വരുൺ ചക്രവർത്തിയും കൂടിയിട്ട് തന്നെയാണ് മത്സരം KKRന്റെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ചെറിയൊരു സ്കോറിനെ പിന്തുടരുമ്പോഴും ആ ബോളിംഗ് അതായത് ബോളിംഗ് എക്കോണമിയൊക്കെ വളരെ മികച്ചതായിരുന്നു. അങ്ങനെ നല്ലൊരു വിജയം കൊൽക്കത്ത നേടിയെടുക്കുകയും അതായത് ഈ ഒരു സീസണിലുള്ള ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിന് രഹാനെയ്ക്കും ടീമിനും ഒരു കരുത്താകുന്ന തരത്തിലുള്ള മത്സര വിജയമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. അതുപോലെ ലക്നൗ സൂപ്പർ ജയൻസ് എന്ന് പറഞ്ഞാൽ ഹോം ഗ്രൗണ്ടിലെ തുടർച്ചയായ 8ാമത്തെ മത്സരത്തിലുള്ള പരാജയം കൂടി അദ്ദേഹം അവരുടെ ടീമിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള 2 ടീമിൻ്റെയും ഭാവി എങ്ങനെയാണെന്നുള്ളത് വരും മത്സരങ്ങളിൽ നമുക്ക് നോക്കാം.